ഈ ലോകത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്നറിയാമോ? ആരോഗ്യമുള്ള മനുഷ്യൻ എന്നല്ല ഉദ്ദേശിച്ചത്. പവറുള്ള മനുഷ്യൻ, അത് യേശു ക്രിസ്തുവാണ്. ഒരു മനുഷ്യൻ്റെ ശക്തി എവിടെയാണെന്നറിയാമോ? ആ ശക്തി മറ്റുള്ളവർക്ക് ലഭിക്കുമ്പോഴാണ് അവൻ്റെ ശക്തിയെക്കുറിച്ച് നാം അറിയേണ്ടത്. അവൻ്റെ പവർ എന്താണ്? ഈ ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാരെ സഹായിച്ച വ്യക്തി, അവിടെയാണ് അവൻ്റെ ശക്തി മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ശക്തനായ മനുഷ്യനും ശക്തിയില്ലാത്ത മനുഷ്യനും ആരാണ്? ശക്തനായ മനുഷ്യൻ്റെ പ്രത്യേകത, അവന് പോസിറ്റീവ് എനർജി കൂടുതലായിരിക്കും. അവനെല്ലാം നേടിയെടുക്കുന്ന അതിലൂടെയായിരിക്കും, നേരായ മാർഗത്തിലൂടെയായിരിക്കും. നെഗറ്റീവ് എനർജി ഉള്ളവരൊക്കെ ഏകദേശം സാത്താൻ്റെ വഴിയിലൂടെയായിരിക്കും കാര്യങ്ങൾ നേടിയെടുക്കുക. ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തുന്നത് രണ്ടുപേരും, ഒന്ന് തെറ്റായ വഴിയും ഒന്ന് നേരായ വഴിയും. ഓരോ മനുഷ്യനും ഓരോ രീതിയിൽ ശക്തരാണ്. ഇപ്പോൾ ഒരു കാര്യം ഒരു ഫോട്ടോയിൽ നോക്കി നാം ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വ്യക്തിക്ക് അതിൻ്റെതായ ചെറിയൊരു ശക്തി കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ആരാധിക്കുന്ന അങ്ങനെയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഒരു ചെറിയ ശക്തി ഓരോ വ്യക്തികളിലും രൂപപ്പെട്ടിട്ടുണ്ട്. ചില വാക്കുകൾ പറയും മുറ്റത്ത് നോക്കിയിട്ട്, ആ ചെടി നന്നായിരിക്കുന്നു. രണ്ട് കാര്യം സംഭവിക്കാം. ഒന്നിലെ ആ ചെടി നന്നാവും, പല ചെടി എന്നേക്കുമായിട്ട് കുറച്ച് കളയുമ്പോൾ ഉണങ്ങിപ്പോകും. എന്തുകൊണ്ടത്? പോസിറ്റീവ് എനർജിയല്ല വന്നത്, നെഗറ്റീവ് എനർജിയാണ് ആ മനുഷ്യന് വന്നത്. കരിങ്കണ്ണ്, നാവ്, ഇതൊക്കെ നെഗറ്റീവ് എനർജി തരുന്നത് ശരിക്കും പറഞ്ഞു. അതും ഒരുതരം ശക്തിയല്ലേ? സാത്താൻ്റെ ശക്തി എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മോശമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരിക. ദൈവിക ശക്തി എന്ന് എന്തുദ്ദേശിക്കുന്നത്? അർപ്പണത്തിലൂടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരും, ഭംഗിയായി പൂർത്തീകരിക്കുക. രണ്ടിനെയും വളച്ചുകെട്ടില്ലാതെ പറയാം. ഒന്ന് നേരായ വഴിയിലൂടെ പോവുക, ഒന്ന് വളഞ്ഞ വഴിക്ക് പോവുക. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. എങ്ങനെയാണ് നാം ആശ്രയിക്കേണ്ടത്? ദൈവത്തിൽ. ദൈവം ഒരു കാര്യം നടത്തി തരാൻ കഴിവുള്ളവനാണെന്നുള്ള വിശ്വാസത്തോടെ നാം ദൈവത്തിൽ ആരാധിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം. ചിലപ്പോൾ കാലതാമസം എടുക്കും, സമയം ഒത്തിരി എടുക്കാൻ ചാൻസ് ഉള്ള കാര്യമാണത്. ദൈവത്തിൽ ആരാധിക്കുന്നവർക്ക് എളുപ്പം നടക്കണമെന്നില്ല. സാത്താൻ സേവകൾ, ദുർമന്ത്രവാദം, അഭിചാരം, വേഗം കാര്യം നടക്കും. പക്ഷെ അതിലും വേഗം ആ ശക്തി ചോർന്നു പോവുകയും ചെയ്യും. ദൈവത്തിൽ നിന്നൊരു കാര്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തി കളയാൻ എളുപ്പമല്ല. സാത്താൻ്റെ ശക്തികളെല്ലാം നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്കല്ല. ചില ചെടികളെ നോക്കിയിട്ട് ചിലർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും. നമ്മുടെ വീടിന് മുറ്റത്ത് നിൽക്കുന്ന പല ചെടികളുടെയും അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് പിടിച്ചോന്ന് അങ്ങോട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് കളയുമ്പോൾ എന്തെങ്കിലും ചെയ്ത് പറ്റി നശിച്ചു. അത് ചില മനുഷ്യരുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന ശക്തിയാണ്, ചിലർ നാവിൽ നിന്ന് വരുന്ന ശക്തിയാണ്. അത് നെഗറ്റീവാകാം, പോസിറ്റീവാകാം. ചില വ്യക്തികൾ കൊച്ചുകുട്ടികളെ പറ്റി എന്തെങ്കിലും പറയുമ്പോൾ, ചില വാക്കുകൾ ചിലർ സംസാരിക്കുമ്പോൾ അറം പറ്റിപ്പോവും.
ചില പ്രായ കാരണവന്മാർ അനുഗ്രഹിക്കുമ്പോൾ അത് സംഭവിച്ചു തന്നെയാണ്. അപ്പോൾ അത് എന്താ, ഒരു വാക്കിൻ്റെ ശക്തിയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതുപോലെ ഏറ്റവും അധികം ശക്തിയുള്ള മനുഷ്യനാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഴുവനും സംഭവിക്കുന്നു. അത് കോടാനുകൂടി ആൾക്കാരിൽ സംഭവിച്ച് കഴിഞ്ഞതാണ്, ഇനി സംഭവിക്കാൻ പോണതാണല്ല. ഒരു പ്രത്യേക എനർജിയാണത്, അതൊരു ഊർജമാണത്. അതിൽ എത്രമാത്രം ആരാധകരുള്ളത്. സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ പവർ എന്താ പവർ? 1000 സൂര്യൻ്റെ പവർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ചില സാത്താൻ സേവകളുടെ ശക്തികളൊക്കെ ചോർന്ന് പോയി ആശ്രമവും മഠമൊക്കെ പൂട്ടിപ്പോകും. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എല്ലാ ഊർജത്തിനും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അത് കാലഹരണപ്പെടും, ഒന്ന് വലിച്ചിലാവും. എന്നാൽ ജീസസിൻ്റെ ശക്തി അങ്ങനെയല്ല. അത് വിശ്വസിക്കുന്നവർക്ക് അത് കൂടുതൽ കിട്ടുകയും ചെയ്യും. ആഴത്തിലുള്ള വിശ്വാസം അത് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. സാത്താനിലൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല നമുക്കൊരിക്കലും. സാത്താനെ പ്രീതിപ്പെടുത്താൻ നമുക്ക് കഴിയുള്ളൂ. ഒരിക്കലും സാത്താനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ ചതിയനാന്ന് പറയണം. അവൻ കള്ളനാണ്, വഞ്ചകനാണ്. നേരായ മാർഗത്തിലൂടെ ഒന്നും സാത്താൻ നമുക്ക് ഒരു സാധനവും നേടിത്തരില്ല. അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തെല്ലാം അശ്ലീലോ, എന്തെല്ലാം വ്യഭിചാര കർമ്മങ്ങളോ, എന്തെല്ലാം ചെയ്താലോ, സുഖാസക്തികളോ എല്ലാം ചെയ്തിട്ട് നേടിയെടുക്കാൻ പറ്റും. അതാണ് സാത്താൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ദൈവിക പ്രവൃത്തികളിൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ക്ഷമിക്കണം, അർപ്പണബോധമുള്ള ജീവിതം വേണം, അടക്കം ചിട്ടയും വേണം. അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ കഴിയുള്ളൂ. തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവൻ സാത്താൻ, നന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവൻ ദൈവം. അത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ള നമുക്ക്. നന്മ തിന്മകളുടെ ഒരു വേർതിരിവാണ് ദൈവവും സാത്താനും തമ്മിലുള്ള ബന്ധം. ഇന്നിപ്പോൾ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം എന്താണെന്ന് അറിയുമോ? പാപബോധം ഇല്ലാതാക്കുക. ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് പാപബോധങ്ങൾ കാട്ടിക്കളയുക. നമ്മൾ ചെയ്യുന്നതൊന്നും പാപമല്ല, അതെന്താണെന്ന് അറിയണില്ല. തെറ്റാണോ ശരിയാണോ എന്നും അറിയണില്ല. ചെയ്യുക, അങ്ങോട്ട് തീർക്കുക കാര്യങ്ങളെല്ലാം വേഗം. പാപബോധമില്ലാത്ത ജനതയാണ് ലോകത്തിൻ്റെ ശാപം എന്ന് പറയുന്നത്. തെറ്റുകൾ നമ്മൾ അറിഞ്ഞു ചെയ്യും, അറിയാതെ ചെയ്യും. അറിയാതെ ചെയ്ത തെറ്റുകൾക്കെല്ലാം നമ്മുടെ ദൈവം മാപ്പ് വരികയും ചെയ്യും. അറിഞ്ഞു ചെയ്ത തെറ്റുകൾക്ക് പോലും നമ്മൾ മാപ്പ് വരും. ഇങ്ങനെ അവനോട് ക്ഷമയാചിക്കുമ്പോൾ ഒരു സാത്താനും തെറ്റുകൾക്ക് മാപ്പ് തരില്ല. സാത്താനെ സംബന്ധിച്ച് അത് ചെയ്യിക്കുക എന്നുള്ളതാണ് അവൻ്റെ കർത്തവ്യം. സാത്താൻ എങ്ങനെ ഇത്രയും ഗംഭീര പവറിൽ നിൽക്കണ ഇന്നത്തെ കാലത്ത്? അതിനൊരു കാരണമുണ്ട് അവൻ അങ്ങനെ പവറിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ദുർമന്ത്രവാദം, ദുശീലം, ആഭിചാര പ്രവൃത്തികൾ, മദ്യാസക്തികൾ, ലൈംഗികത, സെക്സ്, ഇതെല്ലാം പെരുകി കൂടി നന്മകൾക്ക് പകരം തിന്മകൾ അങ്ങോട്ട് താഴ്ച വളർന്നു. അപ്പോൾ സാത്താൻ അങ്ങ് വിജയം വരിക്കാൻ പറ്റി. സാത്താൻ അത് വിചാരിച്ച് ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജനത ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. ഒരു കാലഘട്ടം മുതൽ ദൈവത്തെ ആരാധിക്കാൻ ജനതയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സാത്താനെ സംബന്ധിച്ച് പുതുതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവനവൻ്റെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളും ഇതിനെക്കുറിച്ചുള്ളതായിരിക്കും. മദ്യപാനമായാലും സെക്സ് ആയാലും കൊലപാതകങ്ങളായാലും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവാരാധനയിൽ ഒരു പുരോഗമനമില്ല, പഴയ പോലെ തന്നെ.
നേരായ വഴി, നേരായ പോക്ക്. നന്മതിന്മകൾ എന്ന് മനസ്സിലാക്കുന്നു, അവിടെയാണ് സാത്താനെയും ദൈവത്തെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയുക. നേരായ വഴിക്ക് ആര് നമ്മളെ നയിക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ പ്ലാനായിരിക്കും. തെറ്റായ വഴിക്ക് നാം പോകുന്നുണ്ടോ സാത്താൻ്റെ ചതിക്കുഴിയായിരിക്കും. നമുക്കറിയാം അവൻ്റെ കുഴി ഏതാണെന്നും വീഴാൻ ചാൻസ് ഉണ്ടെന്നും ഒരു കാലത്ത് പിടിക്കപ്പെടുമെന്നറിയാം. എല്ലാ മയക്കുമരുന്ന് കേസുകളും മദ്യപാനവും അത് തന്നെയാണ് കാണിക്കുന്നത്. ഒരിക്കലും സാത്താൻ കൈവിടും അവനൊന്നും അധികം നാൾ കൊണ്ടു നടക്കാൻ കഴിയില്ലെന്നേ. ദൈവത്തിന് അങ്ങനെയല്ല, എന്നും കൊണ്ടു നടക്കും. ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ എന്നെ കൊണ്ടു നടക്കും, അവൻ എന്നെ പരിപാലിക്കുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ്, ശരീരം എന്തെല്ലാം തളർന്നാലും ആ ദൈവിക ശക്തി നമ്മളെ കൊണ്ടു നടക്കും. ആ നേരത്ത് സാത്താനാണെന്നുണ്ടെങ്കിലോ അവൻ നമുക്ക് പണി തരുകയും ചെയ്യും. നമ്മൾ നോക്കി നിൽക്കലേ ആത്മഹത്യയിലേക്കോ എന്തെങ്കിലും തെറ്റായ പ്രവൃത്തികളിലേക്കോ നീങ്ങും. കാരണം സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം വേഗം കഴിയും. അവന് ധൃതി കൂടുതലാണ്. കാരണം ദൈവിക പ്രവൃത്തികൾക്ക് പഴുത് കൊടുക്കാൻ പാടില്ല, തുടങ്ങുക, അവസാനിപ്പിക്കുക, അതാണ് അവൻ്റെ ലക്ഷ്യം, അവൻ്റെ മെയിൻ പരിപാടി. തുടങ്ങിയിട്ടുണ്ടോ അതങ്ങോട്ട് ഫിനിഷാക്കാം, കാര്യം കഴിഞ്ഞ്. ദൈവിക പരിപാലനയ്ക്ക് സമയമെടുക്കും, കാത്തിരിക്കണം, ക്ഷമിക്കണം, വിശ്വസ്തത വേണം, വിശുദ്ധി വേണം. ഒരുപാട് കാര്യങ്ങളിലേക്ക് നീങ്ങും. മനുഷ്യനാക്കാൻ വേണ്ടി ദൈവത്തിനേ കഴിയുള്ളൂ. സാത്താൻ ഒരിക്കലും അതിനെപ്പറ്റി കഴിയുപോലില്ല. ഒരു മൃഗത്തിൻ്റെ മ്ലേച്ഛതകളിലേക്കും സ്വഭാവത്തിലേക്കുമേ സാത്താൻ നമ്മളെ കൊണ്ടെത്തിക്കാൻ കഴിയുള്ളൂ. ഈ രണ്ട് ചിന്തകളും മനുഷ്യർ തലയ്ക്കകത്ത് നിക്ഷേപിക്കും, ദൈവിക ചിന്തകളും സാത്താൻ്റെ ചിന്തകളും. ഇതിനെപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സുബോധമുണ്ടെങ്കിലേ മനുഷ്യന് നന്മതിന്മകൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സമ്പത്തല്ലല്ലോ ദൈവം, ദാരിദ്ര്യമല്ലല്ലോ ദൈവം. സമ്പത്താണോ സാത്താൻ തരാൻ? ദാരിദ്ര്യമാണോ സാത്താൻ? അല്ല. തെറ്റും ശരിയും മനസ്സിലാക്കുന്നിടത്താണ് സാത്താൻ്റെയും ദൈവത്തിൻ്റെയും പവർ നാം മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്, യേശു ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ദൈവവചനത്തിൽ ഇന്നും പല അത്ഭുതങ്ങൾ നടക്കാൻ കാരണം അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇരുതല വാളാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇരുതല വാളല്ല, ഒരു മൊത്തം വാളാണെന്നാണ്, പിടിക്കാൻ പോലും കഴിയാത്തൊരു വാൾ. അരിപ്പയിലേക്ക് ഒരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വരും, വരുന്നിൽക്കാരുടെ കിടയിൽ തടയും. ഈ ദൈവവചനം എന്നുള്ളതിൽ തടയാനോ തടത്തിലാനോ ഒന്നും പറ്റില്ല. അത് അച്ചട്ടാണ്. ആ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിച്ചു തന്നെ ഇരിക്കും, അതിലൊരു മാറ്റവും സംഭവിക്കില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിച്ചോളൂ, നടക്കുക ചെയ്യും. സാത്താൻ ചതിയനാണ്, വഞ്ചകനാണ്, കൊള്ളരാർത്ഥവനാണ്. അവനെ വിശ്വസിക്കാൻ കഴിയില്ല. അവനവൻ്റെ സ്വഭാവം കാണിക്കുകയും ചെയ്യും. ആരാ കാണിക്കണം? ഈ ഒരു മനുഷ്യൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രവൃത്തി നല്ലതാവാം, ചീത്തയാവാം. ചീത്ത പ്രവൃത്തികൾ എന്താ ചെയ്യണത്? നമ്മളെ തിന്മയിലേക്ക് നയിക്കും. നല്ല പ്രവൃത്തികൾ നന്മയിലേക്ക് നയിക്കും. ഒരു ദൈവഭയമുള്ളൊരു മനുഷ്യന് ഒരിക്കലും തിന്മയിലകപ്പെടുകയോ ഒരു കോടതി വരാന്തയിലോ പോലീസിൻ്റെ കേസിലോ ഒന്നും പെടുകയും ചെയ്യില്ലെന്നൊരിക്കലും അവൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അവൻ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ്, നേരായ വഴിയിലൂടെയാണ് അവൻ ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവൻ എന്താ ചെയ്യുന്നത്? അവന് വഴിയില്ല, ഒന്നുമില്ല. ഊന്ന് കഴിക്കാണ്ട് പോവാം, അതിനോടത്ത് വെച്ച് കാണാം.
ഇത് തന്നെയാണ് അവൻ്റെ ലക്ഷ്യം. യേശു ഒരു കാര്യം പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാകും. സൂപ്പറല്ലോ അത്. ജീവൻ്റെ വഴിയും സത്യവും എല്ലാം അവൻ തന്നെയാണെന്ന് പറയണേ. അപ്പോൾ നമുക്ക് നേരായ വഴിയിലൂടെ യാത്ര ചെയ്യാം. അതിന് ദൈവവചനത്തെ നാം മുറുകെ പിടിക്കുക, നമ്മുടെ ദൈവത്തിൽ വിശ്വസിക്കുക, ആഴമായ വിശ്വാസം കൊണ്ടുനടക്കുക.